അനി എനിക്കിപ്പോൾ അറിയണം, നിനക്ക് എന്നെയാണോ അതോ ആ ആൺവേഷിട്ട് നടക്കുന്ന പെണ്ണിനെയാണോ ഇഷ്ടം? അനി, ഞാൻ നാളെ നിന്റെ ഭാര്യ ആവേണ്ടവളാ. നീ അവക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും എനിക്ക് തരുന്നില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, എടോ എല്ലാം തന്റെ ചിന്താഗതിയുടെ കുഴപ്പാ. എല്ലാ സമയം സംശയിച്ചുകൊണ്ടുള്ള എന്നിലേക്കുള്ള തന്റെ നോട്ടാണ് എല്ലാത്തിനും കാരണം. അത് ഇനിയെങ്കിലും താൻ മനസ്സിലാക്ക്. നീ പറഞ്ഞല്ലോ നേരത്തെ നന്ദുവിനെ കുറിച്ച് ആൺവേഷിട്ട് നടക്കുന്നവളെന്ന്. അതെന്താ, ഒരാളുടെ വസ്ത്രത്തിലാണോ അയാളുടെ സ്വഭാവ മഹിമ ഇരിക്കുന്നത്? അനി, ഞാൻ പറയുന്ന ആദ്യം കേൾക്ക്. അവൾക്ക് നിന്നോട് ഉള്ളി തട്ടി ഇഷ്ടമുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾക്കത് എന്നേക്കാൾ മുന്നേ നിന്നോട് പറയായിരുന്നില്ലേ? ഇപ്പൊ നീ എന്റേതായി മാറുമ്പോ അവൾ ഓരോന്ന് ചെയ്യാണ്. നന്ദു അങ്ങനെ ഒരാളല്ല. നിനക്ക് ഏത് സമയം അവളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അറിയൂ. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ അനിയുടെ മുത്തശ്ശനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറയും. അവള് നമ്മുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ളവളാ. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവൾ ഒരു കരടായി മാറില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. എല്ലാം എന്റെ മനസ്സിൽ മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛനും അമ്മയും വരെ ചോദിക്കുന്നുണ്ട്, നീയാണോ അതോ നന്ദു ആണോ അവന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണെന്ന്. നീ എനിക്ക് തരുന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അവക്ക് കൊടുക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, അപ്പൊ ഫാമിലി ആയിട്ട് നീ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നവരല്ലേ? ഇങ്ങനെയാണെങ്കിലേ നന്ദു പോയാലും ഈ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അനാമിക്ക് പറയാണ്, എങ്കിൽ പിന്നെ ഈ കാര്യം ഞാൻ വീട്ടിൽ അറിയിച്ചിട്ട് തന്നെ കാര്യം. എന്തായാലും അനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ അനാമികെ, നീ ഇപ്പൊ ഈ സമയത്ത് വെറുതെ ഓരോന്നും ഉണ്ടാക്കി വെക്കരുത്. അയ്യോ, ഞാനൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. കല്യാണം അടുത്തു പോയി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ ചെയ്ത് അടങ്ങുള്ളായിരുന്നു. ഈ സമയം ഇതിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മളെ കല്യാണത്തിലായിരിക്കില്ല എല്ലാവർക്കും ശ്രദ്ധ. നിന്നെയും നന്ദുവിനെയും ശ്രദ്ധിച്ചു നിൽക്കാവോ എല്ലാവരും. അങ്ങനെ ഇപ്പൊ അവള് വലിയ ആളാവണ്ട. അവളുടെ 2 ചേച്ചിമാർ ആ വീട്ടിലില്ലേ? ഇനിയിപ്പോ അവക്കും അങ്ങോട്ട് തന്നെ കയറി ചെല്ലണമെന്ന് എന്താ ഇത്ര വാശി? അനാമികെ, നിന്നോട് അവള് പറഞ്ഞോ അവക്ക് അങ്ങോട്ട് കയറി ചെല്ലണമെന്ന്? അവക്ക് സ്വത്ത് മുതലുള്ള വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന ആഗ്രഹം. അവളുടെ 2 ചേച്ചിമാരും അവിടെ സുഖമായിട്ട് വാഴയല്ലേ. അവര് രണ്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഇനങ്ങളും. 2നെയും വീട്ടിൽ കയറ്റം കൊള്ളത്തില്ലെന്നാ എല്ലാരും പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ട് എന്റെ വീട്ടിലും. ചിലപ്പേ തലയ്ക്ക് വെളിവില്ലാതെ അവര് പറഞ്ഞതുമല്ലായിരിക്കും. എന്തായാലും അനി അവസാന നിമിഷം ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചതേ അവക്ക് സ്വത്തുള്ള വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാ. ഇത്രയും സമ്പന്നരായ പണമുള്ള വീട്ടിലേക്ക് വേറെ എവിടെയും കയറി ചെല്ലാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവളും കൂടി ആ വീട്ടിലേക്ക് കയറി ചെന്നാ പിന്നെ ഭരണം അവരുടെ കയ്യിലായല്ലോ. എടോ അനാമികെ, താൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പിച്ചും പേയും പറഞ്ഞു. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ല. ബാക്കിയുള്ളവർ പറയുന്നതൊക്കെയല്ലേ നിനക്ക് വിശ്വാസം. എങ്കിൽ പിന്നെ നീ അതങ്ങ് വിശ്വസിക്ക്. ദയവേത് എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. ഓഹോ, ആ നന്ദുവിന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ആണെങ്കിൽ നിനക്കെന്ത്? ഇനിയിപ്പം നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് ചെയ്യ്. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അനി എങ്ങനെയൊക്കെയോ നന്ദുവിനെ പറഞ്ഞ് ഈ അനാമികയുടെ കൂടെ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചാണ് അനാമികയെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഉടക്കാണ്.